ഒന്നും പ്രത്യേകതയില്ലാത്തൊരു ദിവസം. പക്ഷേ വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഒരു ചെറിയ ബാഗ്. പക്ഷേ ജോലിയില്ല. അത് വലിയ ശബ്ദത്തിൽ ആരോടും പറഞ്ഞില്ല. വീട്ടിലെത്തിയപ്പോൾ സാധാരണ പോലെ പെരുമാറി. പക്ഷെ രാത്രി എല്ലാവരും ഉറങ്ങിപ്പോയതിനു ശേഷം അവൻ മാത്രം ജാഗരിച്ചിരിക്കുന്നു. മൊബൈൽ കയ്യിൽ, സ്ക്രീൻ ഓണാക്കി ഓഫ് ചെയ്തു. എന്തെങ്കിലും മാറുമോ എന്ന് നോക്കി. ഒന്നും മാറിയില്ല. അടുത്ത ദിവസങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി, ഒരുപാട് ആളുകളെ കണ്ടു. പക്ഷേ ഓരോ ദിവസവും അവസാനം ഒരേ ഫലം, ഒരേ നിശബ്ദം. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ അവിടെ തന്നെ ഇരുന്നു. മുന്നോട്ട് ഒരു വഴിയും അവന് തെളിഞ്ഞില്ല. അവൻ്റെ മുന്നിൽ എന്നും ദീപം തെളിയുന്ന ശിവഭഗവാൻ മാത്രം. അവൻ മുട്ടുകുത്തി ഭഗവാന്റെ മുന്നിലിരുന്നു കരഞ്ഞു. എന്തുകൊണ്ട് എനിക്ക് മാത്രം? എന്റെ വേദന എന്തുകൊണ്ട് കാണുന്നില്ല? അവൻ തേങ്ങി തേങ്ങി കരഞ്ഞു. അവന്റെ കരച്ചിൽ മാത്രം ആ ചുവരുകൾക്കുള്ളിൽ മുഴങ്ങി. ആ ദിവസം കടന്നുപോയി. ഒരു ദിവസം വീട്ടിലൊറ്റയ്ക്കിരിക്കുമ്പോൾ പഴയൊരു ബുക്ക് കയ്യിൽ കിട്ടി. അത് തുറന്നപ്പോൾ അവൻ തന്നെ ഒരിക്കൽ എഴുതിവെച്ച ഒരു വാചകം. ഒരിക്കൽ സ്വന്തമായി എന്തെങ്കിലും തുടങ്ങണം. അവൻ കുറച്ചു നിമിഷം നോക്കി നിന്നു. ഇത് ഇപ്പോൾ ചിന്തിക്കേണ്ട കാര്യമാണോ? അവൻ ബുക്കടയ്ക്കാൻ പോകുമ്പോൾ എന്തോ ഒരു കാരണത്താൽ അവനത് അടച്ചില്ല. അടുത്ത ദിവസം വളരെ ചെറിയ രീതിയിൽ ഒരു ശ്രമം തുടങ്ങി. ആർക്കും വലിയ പ്രതീക്ഷയില്ല, അവന് പോലും. പക്ഷേ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ ഒരു ചെറിയ മാറ്റം. അത് വലിയ വിജയമല്ല, പക്ഷേ നിർത്താൻ തോന്നാത്തൊരു മാറ്റം. ഇടയ്ക്ക് പലതവണ തോന്നി ഇത് വിട്ടേക്കാം. പക്ഷേ ഓരോ തവണയും അവൻ നിർത്താതെ മുന്നോട്ട് പോയി. എന്തിനെന്ന് തന്നെ അവൻ അറിയില്ലായിരുന്നു. മാസങ്ങൾക്ക് ശേഷം ഇന്നവൻ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ബിസിനസ്മാനാണ്. പതർച്ചയുടെയും തളർച്ചയുടെയും ഒടുവിൽ അവൻ ഇന്ന് ആളുകളുടെ മുന്നിൽ തലയുയർത്തി നിൽക്കുന്നു, അഭിമാനത്തോടെ. ഒരു വൈകുന്നേരം അവൻ ഒറ്റയ്ക്കിരുന്നു. ആ ദിവസം പെട്ടെന്ന് അവൻ്റെ മനസ്സിൽ വന്ന ചിന്ത, അന്ന് ആ ജോലി നഷ്ടമായില്ലെങ്കിൽ ഞാൻ ഇവിടെ എത്തുമായിരുന്നു. അവനൊന്ന് നിശ്ചലമായി. അപ്പോൾ അവൻ മനസ്സിലാക്കി, അതൊരു നഷ്ടമല്ലായിരുന്നു, അതൊരു മാറ്റമായിരുന്നു. അവനെ തിരിച്ചു കൊണ്ടുപോകേണ്ട ശരിയായ വഴിയിലേക്ക്. ജീവിതത്തിൽ ചില സംഭവങ്ങൾ ആദ്യം തോൽവി പോലെ തോന്നും. പക്ഷെ സമയം കഴിഞ്ഞാൽ മാത്രം നീ മനസ്സിലാക്കും, അതൊരു അവസാനമല്ലായിരുന്നു. ഞാൻ നിനക്കായി ഒരുക്കിയ ഒരു പുതിയ തുടക്കമായിരുന്നു. ഒരു നഷ്ടവും ജീവിതത്തിൻ്റെ അവസാനമല്ല, അതൊരു തുടക്കമാണ്. ഇത് മനസ്സിലാക്കി ജീവിക്കൂ.